അമൃത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിതക്കുട്ടി കുന്നിക്കുരു ഭഗവാന് സമർപ്പിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? ചോദ്യത്തിന് ഒന്ന് ഉത്തരം തരണേ, പല പ്രാവശ്യമായി ചോദിക്കുന്നു എന്ന്. അങ്ങനെയില്ല, കുന്നിക്കുരു, മഞ്ചാടി, മയിൽപ്പീലി, ഓടക്കുഴല് ഇതൊക്കെ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പൊ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടത് നൽകുന്നതിലൂടെ ഗുരുവായൂരപ്പന് സന്തോഷാവും എന്നുള്ളതാണ് അതിന്റെ ഫലം. ഗുരുവായൂരപ്പന് സന്തോഷമായാലോ നമുക്ക് എല്ലാവർക്കും സന്തോഷാവും അല്ലേ. അപ്പോൾ ഭഗവാന് എന്ത് സമർപ്പിച്ചാൽ എന്താണ് ഫലം എന്നുള്ളതല്ല, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് ഗുരുവായൂരപ്പനോട് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കൂ. അപ്പോൾ അത് തന്നെ ഭഗവാൻ തരുമോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമുക്ക് എന്താണോ നല്ലത് അതേ ഗുരുവായൂരപ്പൻ നമുക്ക് കൊണ്ടുവന്ന് തരുള്ളൂ കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു അനുഗ്രഹം കിട്ടാനില്ല എന്ന് തോന്നാൻ പാകത്തിനേ നമ്മളെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പോയിട്ട് പറയുന്നത് നമുക്കൊരു ചക്ക വേണം എന്നായിരിക്കും, പക്ഷേ ഗുരുവായൂരപ്പൻ നമുക്ക് തരുന്നത് മാങ്ങയായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്കത് തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കതായിരിക്കും വേണ്ടത്. നമ്മളെക്കാളും നന്നായി നമ്മളെ അറിയുന്നത് നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പനല്ലേ. അതുകൊണ്ട് ഗുരുവായൂരപ്പന് കുന്നിക്കുരു സമർപ്പിക്കുമ്പോൾ എന്താണോ ആഗ്രഹം, എന്താഗ്രഹത്തിനും നിങ്ങൾ കുന്നിക്കുരു സമർപ്പിച്ചോളൂ. എനിക്ക് ജോലി കിട്ടണം, എനിക്ക് വീടുണ്ടാവണം, എനിക്ക് കാറ് വാങ്ങണം, ഇങ്ങനെ നമ്മുടെ സാധാരണ സഹജമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താഗ്രഹത്തിനും ഗുരുവായൂരപ്പനെ കുന്നിക്കുരു കൊണ്ടുപോയി സമർപ്പിച്ചോളൂ കേട്ടോ. പകരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വരാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കട്ടെ.